വെൽക്കം ഫ്രണ്ട്സ്, ഐ ആം ദിനേശ് ഫ്രം ബാങ്കിങ് സൊല്യൂഷൻസ്. ഇന്നത്തെ നമ്മുടെ വിഷയം സ്റ്റാൻഡപ്പ് ഇന്ത്യ. വനിതകൾക്കും SC/ST വിഭാഗങ്ങൾക്കും ബാങ്കുകളിൽ നിന്നുള്ള ലോൺ 1 കോടി രൂപ വരെ. 5/4/2016 നമ്മളുടെ വനിതകൾക്കും SC/ST വിഭാഗങ്ങൾക്കുമുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോഞ്ച് ചെയ്ത സ്കീമാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ. ഈ സ്കീം പ്രകാരം വനിതകൾക്കും SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കും 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ അവരുടെ പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ലോണിൻ്റെ സ്കീം. ഈ കൃഷി വിഭാഗത്തിലുള്ളവർക്ക് ലോണിന് അർഹരല്ല. ഇത് ചെയ്യേണ്ടത് MSMEയിലാണ്. അത് മാനുഫാക്ചറിങ്ങിലോ സർവീസിലോ ട്രേഡിംഗ് സെക്ടറിലോ ഉള്ള ഏത് വിഭാഗത്തിലോ ഉള്ള പുതിയ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡപ്പ് ഇന്ത്യയുടെ ലോൺ നൽകുന്നത്. ഈ സ്കീമിൽ എൻവിസേജ് ചെയ്തിരിക്കുന്നത് ബിസിനസ് ചെയ്യാൻ കഴിവുള്ള വനിതകളെയും SC/ST സംരംഭകരെയും കണ്ടുപിടിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്ത് അവരെ കൊണ്ട് ബിസിനസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ലക്ഷ്യമാണ്. അപ്പം ഇത് ബിസിനസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് ജോലി അന്വേഷിച്ച് പോകാതെ സ്വയം ഒരു തൊഴിൽ കണ്ടെത്തുകയും അതുവഴി മറ്റുള്ളവർക്കൂടെ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് ഈ സ്കീമിന്റെ ഉദ്ദേശം. ഇത് സ്കീം പ്രകാരം പറയുന്നത് ഇന്ത്യയിലുള്ള ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളുടെ അവരുടെ എല്ലാ ബ്രാഞ്ചുകളിലും ഏകദേശം ഒരു 1.25 ലക്ഷം ബ്രാഞ്ചുകളോളം മൊത്തത്തിൽ ഇന്ത്യയിൽ മൊത്തം ഉണ്ടാവും. ആ ബ്രാഞ്ചുകളിലും ഓരോ ബ്രാഞ്ചും 2 ലോൺ കൊടുത്തിരിക്കണം. ഒന്ന് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിൽ ആരെങ്കിലും ഒരു വിഭാഗത്തിന്, രണ്ടാമത്തത് ഒരു വുമൺ ബോറോവറിന് വനിതയ്ക്ക്. അപ്പം 2 ലോണുകളിൽ ഒരു ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഒരു ബ്രാഞ്ച് കൊടുത്തിരിക്കണം. ആ കൊടുക്കുന്നത് പുതിയ യൂണിറ്റ്, ഗ്രീൻഫീൽഡ് പ്രോജക്ട്സ് എന്നാണ് പറയുന്നത്. ഗ്രീൻഫീൽഡ് പ്രോജക്ട്സ് എന്ന് പറയുന്ന പുതിയ യൂണിറ്റുകൾക്ക് മാത്രമായിട്ട്. കാരണം മുദ്രാ ലോണിലൊക്കെ നമ്മൾ പഴയ എടുക്കുന്ന ബിസിനസ് തുടങ്ങിയിരിക്കുന്നതിന് നമ്മൾ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് നമ്മൾ ലോൺ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിന് ബാധകമല്ല. ഒരു സംരംഭം പുതിയതായിട്ട് തുടങ്ങണം, അതിനുള്ള പ്രോജക്റ്റുകൾക്കാണ് ധനസഹായം നൽകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ 49%, ഏകദേശം പകുതിയോളം വനിതകളാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റിൽ ഒരു 17% ഉണ്ട്. ഷെഡ്യൂൾഡ് ട്രൈബിൽ ഒരു 9% ഇന്ത്യൻ പോപ്പുലേഷൻ്റെ. അതിൽ നമുക്ക് പ്രത്യേകിച്ച് അറിയാം, ഈ വനിതകൾ നമ്മളെ കേരളത്തിൻ്റെ ഭാഗം മാത്രമായിട്ട് നമ്മൾ നോക്കരുത്. ഇതൊരു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്കീമാണ്. മൊത്തത്തിൽ ഇന്ത്യയിൽ എല്ലാവർക്കും ബെനിഫിഷ്യറി ആയിട്ടുള്ളൊരു സ്കീമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ നമ്മുടെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ UP, MP, ബീഹാർ പോലുള്ള പ്രദേശങ്ങളിൽ നമ്മളുടെ ഇവിടെ കേരളത്തിലുള്ള പോലുള്ള അല്ല ഈ വനിതകളുടെയും ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെയും ഒക്കെ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസും എഡ്യൂക്കേഷൻ സ്റ്റാറ്റസും എക്കോണമിക് ബാക്ക്വേർഡ്നെസ് എല്ലാം വളരെ വളരെ ഇതാണ്. കാരണം എനിക്കിതൊക്കെ കുറച്ചൊക്കെ നേരിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഔദ്യോഗികത്തിൻ്റെ ഭാഗമായിട്ട് നോർത്ത് ഇന്ത്യൻ സർവീസിൽ അമേഠിയിൽ 4 വർഷം വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം അമേഠിയിൽ വർക്ക് ചെയ്ത സമയത്ത് അവിടെയുള്ള വനിതകളുടെ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിലുള്ള ആൾക്കാരുടെയും അവരുടെ ആയിട്ടുള്ള നമ്മളുടെ സാധാരണ ആൾക്കാരുടെ എന്തുമാത്രം അത്രയും വരെ ഉയർന്നു വരെ അവർ വന്നിട്ടില്ലാത്തത് കൊണ്ട് അവരുടെ ഒരു സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ സ്കീം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഈ സ്റ്റാൻഡപ്പ് ഇന്ത്യ. ഇതിന്റെ ടാർഗറ്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ വരുന്നെന്ന് പറയുന്നത് അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് അല്ലെങ്കിൽ വുമൻ എബോവ് 18 years of age, 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇതിനകത്ത് ഈ ബെനിഫിഷ്യറി ആയിട്ട് വരാൻ പറ്റും. അതിൽ പ്രത്യേകം നേരത്തെയും പറഞ്ഞ പോലെ ഇത് ഫസ്റ്റ് ടൈം വെഞ്ചർ ആയിരിക്കണം. നേരത്തെ ഇതുപോലെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുകയോ എല്ലാം ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കരുത്. ആദ്യമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കണം വരുന്നത്. പിന്നെ ഇതിനകത്ത് വ്യക്തിപരമല്ലാതെ ഇതിനകത്ത് പാർട്ട്ണർഷിപ്പായിട്ടോ അല്ലെങ്കിൽ കമ്പനി ഫോം ചെയ്തോ ഒക്കെ ഇതിനകത്ത് ചെയ്യാം, ബെനിഫിഷ്യറീസ് ആകാം. പക്ഷെ അങ്ങനെ ആണെങ്കിൽ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ സ്കീമിന്റെ ഉദ്ദേശം വനിതകളുടെയും SC/STയുടെയും ഡെവലപ്മെന്റ് ആയതുകൊണ്ട് ഒരു പാർട്ട്ണർഷിപ്പോ ഒരു കമ്പനി ഫോം ചെയ്താലും അതിന്റെ ഭൂരിഭാഗം എന്ന് പറഞ്ഞാൽ 51% മുകളിലുള്ള ഓണർഷിപ്പ് അതിന്റെ നടത്തിപ്പ് നടത്തുന്നത് ഒന്നെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് അല്ലെങ്കിൽ വനിതയായിരിക്കണം. ആ ഒരു കണ്ടീഷൻ വളരെ കാര്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പറയുന്നത് നമ്മൾ ഈ ബോറോവർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ അല്ലെ പാർട്ട്നേഴ്സ് ആണെങ്കിൽ ആ പാർട്ട്ണർമാർ ഡയറക്ടർമാർ ഇവരൊന്നും മറ്റ് ബാങ്കുകളിലെ കുടിശ്ശികക്കാരായിരിക്കരുതെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്.
ബാങ്കുകളിൽ ലോൺ കൊടുക്കുമ്പോൾ 75% കൊടുക്കുന്നത് കോമ്പസിറ്റ് ലോൺ ആയിട്ടാണ്. കാരണം നമുക്ക് മെഷീനറി ആവശ്യമുണ്ട്, നമുക്ക് മറ്റ് പല അസറ്റുകളും നമുക്ക് മേടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്കൊരു ലോങ് ടൈം റീപേയ്മെന്റ് വെച്ചിട്ട് ഒരു ടേം ലോൺ ആയിട്ട് കൊടുക്കുകയും ബാക്കിയുള്ള പ്രാവർത്തിക മൂലധനത്തിന് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടും CC അക്കൗണ്ട് ആയിട്ടുമാണ് കൊടുക്കുന്നത്. ഇതിന്റെ മാർജിൻ ഇപ്പം 75% കോമ്പസിറ്റ് ലോൺ എന്ന് പറയുമ്പോൾ 25% മാർജിനാണ്. അപ്പൊ 25% മാർജിൻ എടുക്കാനായിട്ട് ഏതെങ്കിലും SC/ST വിഭാഗത്തിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പല സ്റ്റേറ്റ് ഗവൺമെന്റുകളും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ സ്റ്റേറ്റ് ഗവൺമെന്റ് സപ്പോർട്ട് അവർക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ഈ ബെനിഫിഷ്യറിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 10% മിനിമം ഉണ്ടായിരിക്കണം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗവൺമെന്റ് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ആയിരിക്കണം എന്നാണ് ബാങ്കുകൾക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്നത് ഒരു മിനിമം ലെൻഡിങ് റേറ്റ് ഉണ്ട് ബാങ്കുകളുടെ, എല്ലാ ബാങ്കുകൾക്കും ഉണ്ട് മിനിമം ലെൻഡിങ്. അതിൽ നിന്ന് 3% കൂടാൻ പാടില്ല. അതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ. എടുത്തെടുത്ത് പറയുന്നുണ്ട് ഇതൊരു ഫസ്റ്റ് ടൈം പ്രോജക്റ്റിന് വേണ്ടി മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുകയുള്ളൂ, ഇതിന്റെ ബെനിഫിഷ്യറി ആകാൻ പറ്റുകയുള്ളൂ. ഇതിന്റെ കാലാവധി, ലോൺ തിരിച്ചടക്കേണ്ട കാലാവധി 7 വർഷം വരെ ആണ്. 5 വർഷം തൊട്ട് 7 വർഷം വരെയുള്ള കാലാവധി എടുക്കാം. ഇതിനകത്ത് മൊറട്ടോറിയം ആവശ്യമുള്ള മാനുഫാക്ചറിങ്ങിലൊക്കെ വരുന്ന ആൾക്കാർക്ക് അവർക്കൊരു ബ്രേക്ക് ഈവൻ ആകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമാകുമ്പോൾ അതുകൊണ്ട് മൊറട്ടോറിയം പീരീഡ് നമ്മൾ 18 മാസം കൊടുക്കാറുണ്ട്. 18 മാസം കഴിഞ്ഞാൽ മൊറട്ടോറിയം പീരീഡിന് ശേഷം മാത്രമേ ഉള്ളൂ തവണകൾ വരുള്ളൂ. അതിനു മുമ്പ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് നമ്മൾ അടച്ചിരിക്കണം. കൊളാറ്ററൽ സെക്യൂരിറ്റി എല്ലാ സ്കീമിനും പറയുന്നുള്ള കൊളാറ്ററൽ സെക്യൂരിറ്റി കൊടുക്കേണ്ടതായിട്ടാണ്. കൊളാറ്ററൽ സെക്യൂരിറ്റി നമുക്ക് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് സ്കീം ഓഫ് സ്റ്റാൻഡപ്പ് ഇന്ത്യക്ക് വേണ്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് കൊളാറ്ററൽ സെക്യൂരിറ്റി അവർ കൊടുക്കണം. അപ്പം കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ അപ്പോൾ അതിൻ്റെ ഗ്യാരണ്ടി ഫീ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി എങ്ങനെയാണ് നമ്മളിത് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ്? ഇത് എല്ലാം ഓൺലൈനാണ്. ബാങ്കുകൾക്ക് നേരിട്ട് കൊടുക്കാം, ആപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷേ എങ്കിലും എല്ലാ കാര്യത്തിലും ബാങ്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമുക്കൊരു ഫോളോ അപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ലതാണ്. അത് കൊടുക്കേണ്ടത് standupmitra.in ഇതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ നമ്മളെ ഓൺലൈനിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ സമയത്ത് നമ്മുടെ ഈ സിസ്റ്റം തന്നെ നമ്മളുടെ ആപ്ലിക്കേഷൻ ഒന്ന് രണ്ടായിട്ട് തരംതിരിക്കും. അതിൽ ആ തരംതിരിക്കുന്ന ഒന്ന് റെഡി ബോറോവർ എന്ന് പറയും, രണ്ടാമത് ട്രെയിനി ബോറോവർ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആ സിസ്റ്റം തന്നെ തരംതിരിക്കും. ആ സിസ്റ്റം എങ്ങനെ തരംതിരിക്കും? സിസ്റ്റം ഒരു 10 ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. ആ 10 ചോദ്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന ഉത്തരത്തിനനുസരിച്ചാണ് നമ്മൾ ഏത് കാറ്റഗറിയിൽ വരും എന്നുള്ളത് തീരുമാനിക്കുന്നത്. ആ 10 ചോദ്യങ്ങളാണ് ഞാൻ ഇത് കാണിച്ചിരിക്കുന്നത്. ഒന്ന് നമ്മൾ ലൊക്കേഷൻ ഓഫ് ദ ബോറോവർ, നമ്മൾ എവിടെയാണ്, ഈ റൂറൽ ഏരിയയിലാണ്, ഇത് മാത്രം ഇന്റീരിയറാണ്, അല്ലെങ്കിൽ അർബൻ ഏരിയയിലാണ്, എവിടെയാണെന്നുള്ളത് ആ ഏരിയ ലൊക്കേഷൻ ഓഫ് ദ ബോറോവർ. പിന്നെ ഏത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണോ, ഷെഡ്യൂൾഡ് ട്രൈബ് ആണോ, വനിതയാണോ, പിന്നെ നേച്ചർ ഓഫ് എന്ത് തരത്തിലുള്ള ബിസിനസ്സാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, പിന്നെ ഇതിനെ ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടോ, നമുക്ക് സ്വന്തമായിട്ടുണ്ടോ, അതിൻ്റെ വിവരങ്ങൾ. പിന്നെ ഇതിനകത്ത് പ്രോജക്റ്റ് റിപ്പോർട്ട് മസ്റ്റാണ്. നമ്മൾ എങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ചെയ്യുന്നതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഇൻ റൈറ്റിംഗ് നമ്മൾ കൊടുക്കുമ്പോൾ ആ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായം ആവശ്യമുണ്ടോ, പിന്നെ നമുക്ക് എന്തുമാത്രം കഴിവുകളുണ്ട്, നമ്മുടെ എന്തുമാത്രം ട്രെയിനിങ്ങുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ടെക്നിക്കലായിട്ടും ഫിനാൻഷ്യലായിട്ടും നമ്മൾ ഏതെങ്കിലും ഒക്കെ ആയിട്ട് ട്രെയിനിങ്ങുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ഡീറ്റെയിൽസ് ഓഫ് ദ പ്രസന്റ് ബാങ്ക് അക്കൗണ്ട്, നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ, ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിൻ്റെതായിട്ടുള്ള വിവരങ്ങൾ. പിന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് പറഞ്ഞിട്ടുള്ള 25% നമ്മുടെ മാർജിൻ നമ്മൾ എടുക്കണം. അതിന് നമ്മൾ 25% പ്രോജക്റ്റ് എടുക്കാനായിട്ടുള്ള നമുക്ക് അതിനുള്ള കഴിവുണ്ടോ, അഥവാ നമുക്ക് നമ്മുടെ കയ്യിൽ മാർജിൻ മണി 25% ഇല്ല എങ്കിൽ അത് കിട്ടാനായിട്ട് ഏതെങ്കിലും സഹായത്തിന്റെ ആവശ്യമുണ്ടോ, പിന്നെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടോ. എക്സ്പീരിയൻസ് ഉദ്ദേശിക്കുന്നത് സ്വന്തം ചെയ്തിട്ടല്ല, മറ്റാരെങ്കിലും കൂടുതൽ ജോലിക്ക് നിന്നോ അല്ല ആരെങ്കിലും കുടുംബത്തിൽ വേറെ ആരെങ്കിലും ചെയ്തോ അങ്ങനെ ഉണ്ടാണെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ബിസിനസ്സിൽ നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ. അപ്പൊ ഇങ്ങനെ ഈ തരംതിരിപ്പിൽ ഞാൻ പറഞ്ഞു 2 തരത്തിലുള്ള റെഡി ബോറോവറും ട്രെയിനി ബോറോവറുമായിട്ട് തരംതിരിച്ചു കഴിയുമ്പോൾ അപ്പൊ അതിന് ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ട് എന്നാണ് പറയുന്നത്. ആ ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ട് ആവശ്യമില്ലാത്ത റെഡി ബോറോവർ എന്ന് പറഞ്ഞാൽ മറ്റു പല കാര്യങ്ങളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആണെങ്കിൽ അവർ റെഡി ബോറോവർ എന്നുള്ള കാറ്റഗറിയിലാക്കിയിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ ബ്രാഞ്ചുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ചുകൾ, നമ്മുടെ ചോയ്സ് ഉണ്ട്, 3 ചോയ്സ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ബാങ്കിന്റെ ബ്രാഞ്ചിലേക്ക് ഈ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്ത് കൊടുക്കും. ആപ്ലിക്കേഷന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഒരു നമ്പറൊക്കെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്യും. ആ നമ്പറിൽ കൂടാണ് പിന്നീട് നമ്മൾ ഇതിന്റെ ഡെവലപ്മെന്റ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും.
ഇത് നമ്മളത് വെച്ച് പറഞ്ഞാൽ റെഡി ബോറോവറുടെ ആപ്ലിക്കേഷൻ ബാങ്കുകളിലേക്ക് അയച്ചു കൊടുത്തു. രണ്ടാമത്തെ കേസിൽ വരുന്നിരിക്കുന്നത് ട്രെയിനി ബോറോവർ. ആ ട്രെയിനി ബോറോവർക്ക് ഇതിനകത്ത് വരുന്ന സമയത്ത് ഇതിന്റെ ലിങ്ക്, അപ്പൊ ട്രെയിനി ബോറോവർ ആരൊക്കെയാണോ അവരുടെ ഒരു ഡീറ്റെയിൽസ് എല്ലാം ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ കൊടുക്കും. അത് ബാങ്കിന്റെ ആളാണ്, BLBCയുടെ ആണ്. BLBCയുടെ വരുന്നത് ആണ് ലീഡ് ബാങ്ക് മാനേജറാണ് വരുന്നത്. ആ ലീഡ് ബാങ്ക് മാനേജറും പിന്നെ ഇതിനകത്ത് വരുന്നത് ഈ ഒരു സ്റ്റാർട്ടപ്പ് കണക്ട് സെന്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്റ്റാർട്ടപ്പ് കണക്ട് സെന്റേഴ്സ് എന്ന് പറയുന്നത് 3 ആൾക്കാരാണ്. ഒന്ന് ലീഡ് ബാങ്ക് മാനേജർ വരും, പിന്നെ SIDBI സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, ഇതാണ് ഇത് കണക്ട് സെന്റേഴ്സ് ആയിട്ട് എടുത്തിരിക്കുന്ന. ആ കണക്ട് സെന്റേഴ്സിലേക്ക് ട്രെയിനി ബോറോവറുടെ വിവരങ്ങൾ അറിയിച്ചു കൊടുക്കും സിസ്റ്റം. അപ്പം നമ്മൾ ആ സിസ്റ്റം അവിടുന്ന് അറിയിച്ചു കൊടുക്കുകയാണ്. ട്രെയിനി ബോറോവറെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു കഴിയുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് അവർ അറേഞ്ച് ചെയ്യുന്നതും ടെക്നിക്കലായിട്ടും ഫിനാൻഷ്യലായിട്ടും സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്യും. മെന്ററിങ് സപ്പോർട്ട്, ആരെങ്കിലും ഒരു മെന്ററായിട്ട് വെച്ചിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ആ മെന്ററോട് എപ്പോഴും വിളിച്ച് ചോദിക്കാനും മെന്ററിങ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനും നമുക്കുള്ളതുകൊണ്ട് മെന്ററിങ് സപ്പോർട്ട് കൊടുക്കും. പിന്നെ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും നമ്മളോട് ചോദിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ച് അവർ പ്രിപ്പയർ ചെയ്ത് തരും. മാർജിൻ മണി, മുമ്പേ ഞാൻ പറഞ്ഞ പോലെ മാർജിൻ മണി നമ്മൾ 25% നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണ്, ഏത് സ്കീം അനുസരിച്ചാണ് നമുക്ക് മാർജിൻ മണി കിട്ടുന്നത് എന്നുള്ളത് നോക്കി അതനുസരിച്ച് നമ്മളെ ഗൈഡ് ചെയ്യും. നമ്മുടെ വർക്ക് ഷെഡ് നമ്മൾ കണ്ടിട്ടില്ല, വർക്ക് പ്ലേസ് നമുക്കില്ല, നമ്മൾ ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള അവരുടെ സഹായങ്ങൾ ചെയ്തു തരും. യൂട്ടിലിറ്റി കണക്ഷൻസ്, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയൊക്കെ നമ്മൾ പവർ സപ്ലൈക്കുള്ള കണക്ഷൻസ്, അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തരും. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് റോ മെറ്റീരിയൽ വേണ്ടത്, അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നിന്നല്ല കുറച്ചുകൂടി ചീപ്പായിട്ടും ക്വാളിറ്റി ആയിട്ടുള്ള റോ മെറ്റീരിയൽ എവിടെ നിന്ന് കിട്ടും അതിനെപ്പറ്റിയുള്ള വിവരങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരും. കൊമേഴ്സ് രജിസ്ട്രേഷൻ ഉണ്ട്, ആ രജിസ്ട്രേഷൻ നമുക്ക് കൊമേഴ്സിലെ കാര്യങ്ങൾ എന്തൊക്കെ നമ്മുടെ ക്ലാസ് എടുത്ത് നമുക്ക് മനസ്സിലാക്കി തരും. പിന്നെ ടാക്സേഷന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ, GST രജിസ്ട്രേഷൻ പോലുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ ബില്ലുകൾ റേസ് ചെയ്താൽ ഡിസ്കൗണ്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ബാങ്കിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഈ ട്രെയിനിങ്ങിനകത്ത് അവർ നമുക്ക് വേണ്ടിയിട്ടെല്ലാം ക്ലാസ്സുകളെല്ലാം എടുത്ത് നമ്മളെ ബോധ്യപ്പെടുത്തും. അപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ ഹാൻഡ് ഹോൾഡിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഹാൻഡ് ഹോൾഡിംഗ് റിക്വയർമെന്റ്സ് എല്ലാം നന്നായിട്ട് ചെയ്തു എന്ന് ലീഡ് ഡിസ്ട്രിക്ട് മാനേജർക്കും ആ ട്രെയിനി ബോറോവർക്കും ബോധ്യം വന്നതിന് ശേഷം മാത്രമേ ആ ട്രെയിനി ബോറോവറുടെ ആപ്ലിക്കേഷൻ ബാങ്കുകളിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ബാങ്കുകൾ ആസ് യൂഷ്വൽ അറിയാം, ആപ്ലിക്കേഷൻസ് സ്പോൺസർ ചെയ്ത് വന്നു കഴിയുമ്പോൾ അവർ ഓരോ ബാങ്കിനും അതിൻ്റെതായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്, അത് അപ്രൈസ് ചെയ്യും. അപ്രൈസ് ചെയ്തതിന് ശേഷം അവരുടെ ഒരു ക്രെഡിറ്റ് ഡിസിഷൻ അവരെടുക്കും. അത് നമ്മൾ നോക്കുന്നത് ടെക്നിക്കൽ ഫീസിബിലിറ്റി, എക്കണോമിക് വയബിലിറ്റി, അങ്ങനെയുള്ള ആ വയബിലിറ്റി സ്റ്റഡി വെച്ചിട്ടാണ് അവരൊരു ക്രെഡിറ്റ് ഡിസിഷൻ ബാങ്കുകൾ എടുക്കുന്നത്. അതിനുശേഷം എടുത്തതിന് ശേഷം സാങ്ഷൻ ലെറ്റർ ഇഷ്യൂ ചെയ്യും. സാങ്ഷൻ ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നത് അതിൻ്റെ കോപ്പി അതിൻ്റെ ബോറോവർക്ക് കിട്ടും, ലീഡ് ഡിസ്ട്രിക്ട് മാനേജർക്ക് കിട്ടും, SIDBIക്ക് പോവും, നബാർഡിനും കിട്ടും. അപ്പം അതിനുശേഷം സാങ്ഷൻ ആക്കി കഴിഞ്ഞ ശേഷം ബാങ്കിൻ്റെ രീതിയിൽ ബോറോവർ ബാങ്കിൽ ചെന്ന് ലീഗൽ ഡോക്യുമെന്റ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യണം. ആ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഡിസ്ബേഴ്സ്മെന്റും ബാക്കിയുള്ള നമ്മുടെ ഫെസിലിറ്റി, ടേം ലോണ്, വർക്കിംഗ് ക്യാപിറ്റൽ, ഇതെല്ലാം നമുക്ക് ഫെസിലിറ്റീസ് അവർ ബാങ്കുകൾ ഡിസ്ബേഴ്സ് ചെയ്യും. അപ്പോൾ ആ ശേഷം ഡിസ്പോസ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതെല്ലാം കൊണ്ടിട്ട് നമ്മുടെ പുതിയ യൂണിറ്റുകൾ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. എല്ലാം വളരെ വളരെ കാര്യമായിട്ട് നമ്മൾ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ബെനിഫിഷ്യറി ചെയ്യണം. ഇതെല്ലാം ചെയ്തു, ബിസിനസ് ചെയ്തു, മൊറട്ടോറിയം പീരീഡ് ഉണ്ടാവും. ആ മൊറട്ടോറിയം പീരീഡിന് ശേഷം നമ്മൾ സാങ്ഷൻ ലെറ്ററിൽ നമ്മൾ ഒപ്പിട്ട് ടേംസ് ആൻഡ് കണ്ടീഷനിൽ നമ്മൾ എന്തോ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു, എന്നാണോ നമ്മളുടെ തവണകൾ തുടങ്ങേണ്ടത്, എത്ര രൂപയാണ് തവണകൾ തുടങ്ങേണ്ടത്, അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ആ ലോൺ ഇൻസ്റ്റാൾമെന്റുകൾ റീപേ ചെയ്തിരിക്കും. EMI ഇപ്പം എടുത്തിരിക്കുന്നത് നമുക്ക് മൊറട്ടോറിയം തന്നിട്ടുണ്ടെങ്കിൽ മൊറട്ടോറിയം പീരീഡ് ഇൻസ്റ്റാൾമെന്റ് EMI തുടങ്ങുന്നതിനും വരെയുള്ള നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ ഇൻട്രസ്റ്റ് അടയ്ക്കണം. അതിനുശേഷം നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയുണ്ടോ നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം നമ്മൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡപ്പ് ഇന്ത്യയെ പറ്റി ഒരു ഏകദേശ വിവരങ്ങൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു. അത് അടുത്തത് നമ്മുടെ ടോപ്പിക്ക് വരാൻ പോകുന്നത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ. സ്റ്റാൻഡപ്പ് ഇന്ത്യ ഇല്ല, സ്റ്റാർട്ടപ്പ് ഇന്ത്യയാണ്. ആ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഇതിൽ പറയുന്നത് ഇതും ബാങ്ക് ലോണുകൾ വരുന്നത്. ഇത് ആർക്കാണ് ബാങ്ക് ലോൺ കൊടുക്കുന്നത്? ഇതും പുതിയതായിട്ടുള്ള സംരംഭകർക്കാണ് കൊടുക്കുന്നത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ. ഇത് പറയുന്നത് വിഷണറീസ് ആൻഡ് ഡ്രീമേഴ്സ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദീർഘവീക്ഷണം ഉള്ള ആൾക്കാരും ഒത്തിരി സ്വപ്നങ്ങൾ, വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ്
സ്റ്റാർട്ടപ്പ് ഇന്ത്യ വരുന്നത്. അപ്പം സ്റ്റാൻഡപ്പ് ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം നമ്മൾ ഏകദേശം മനസ്സിലായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും എന്തെങ്കിലും കമൻറ്റ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് കമൻറ്റ്സ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.